കണ്ണ് തുറക്കുന്നില്ലല്ലോ. സ്വാമി, 10ൽ കുറയാത്തൊരു സംഖ്യ ദക്ഷിണ വയ്ക്കൂ. സ്വാമിക്ക് മലയാളം നമുക്ക് എല്ലാ ഭാഷയും അറിയാം. ഓങ്കാരപ്പൊരുളിന് അർത്ഥം പറഞ്ഞ ഷൺമുഖ സന്നിധിയിലിരിക്കുന്ന നമുക്ക് ലോകങ്ങളും കാണാം. ദക്ഷിണ വയ്ക്കൂ മകളെ. സമ്പത്തിനും സന്താനങ്ങൾക്കും ലോഭമില്ലാത്ത കുടുംബ വിളക്കാണ് നീ. പക്ഷേ മാനസിക ക്ലേശം നിന്നെ അകറ്റുന്നു. നാട് വിട്ട് നാട് വന്നവളാണ് നീ. നിന്റെ ദേശം ഇതല്ല. സ്നേഹിതരായി നടിക്കുന്ന ശത്രുക്കളുണ്ട് നിനക്ക്. ഒരു സംഖ്യ പറയൂ. 858. 858. 858ഉം 858ഉം 10ൽ താഴെയുള്ള ഒരു ചെറിയ സംഖ്യ പറഞ്ഞാൽ മതി. 5. 5 5 10, 10 5 15, 5 1 6. 6 എന്നാൽ പുഴ, പുഴയെന്നാൽ നദി. നദിയുമായി ഏതോ ബന്ധമുള്ള ഒരു ശത്രു നിന്റെ സ്ഥാനത്തിനായി ക്ഷുദ്രപ്രയോഗം നടത്തുന്നു എന്ന് നാം കാണുന്നു. നദിയോട് ബന്ധം കാവേരി தான். കാവേരി നദിയോടെ പേര് തന്നെ. ഇഷ്ടമുള്ളവർ നഷ്ടമാകും. ശത്രുവിനെ സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ മകളെ ദുഃഖം നിശ്ചയം. ഈ ഭസ്മം ആഹാരത്തിൽ 1 2 നുള്ളിടുക. ദോഷങ്ങൾ മാറും. ഇഷ്ടമുള്ളവർ നിനക്ക് നഷ്ടമാകാതിരിക്കട്ടെ. ഓം മുരുക ഷൺമുഖ വേലായുധ. എന്റെ അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. 3-ാം നാൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോ തോമാശ്ലീഹായിക്ക് മാത്രം വിശ്വാസമായില്ല. മരിച്ച കർത്താവ് തന്നെയാണോ ഉയർത്തെഴുന്നേറ്റത്? ഒടുവിൽ കർത്താവിന്റെ തിരുമുറികളിൽ തൊട്ട് ബോധ്യപ്പെട്ടപ്പോഴേ തോമാശ്ലീഹ കർത്താവിനെ വിശ്വസിച്ചുള്ളൂ. മനുഷ്യരായാൽ ഒന്നുകിൽ സ്നേഹിക്കുന്നവരെ വിശ്വസിക്കണം, അല്ലെങ്കിൽ തന്നെത്താൻ വിശ്വസിക്കണം, അതും അല്ലെങ്കിൽ ദൈവത്തെ വിശ്വസിക്കണം. ഇതൊന്നും ഇല്ലാത്തവരാണ് കണ്ണി കണ്ട കള്ളസ്വാമിമാരടുത്തും ജ്യോത്സ്യന്മാരുടെ അടുത്തുമൊക്കെ ചെന്ന് അവര് പറയുന്ന മണ്ടത്തരങ്ങൾ മുഴുവൻ വേദവാക്യമായിട്ട് എടുക്കുന്നത്. ഞാനിതൊന്നും അറിയില്ല എന്ന് വിചാരിച്ചു. അല്ല, പോയിട്ട് ഇപ്പൊ എന്താ അറിഞ്ഞേ? എന്തിനാ ഇങ്ങനെ കിള്ളി ചോദിക്കണേ? അറിയാൻ പാടില്ലാത്ത വല്ലത് ഞാൻ അറിഞ്ഞൊന്ന് മനസ്സിൽ പേടിയുണ്ടല്ലേ? പേടി? ഉറങ്ങണവരെ എണീപ്പിക്കാൻ പ്രയാസമില്ല, ഉറക്കം നടിക്കണവരെ എണീപ്പിക്കാൻ വലിയ പാടാ. റീസൺ നീ എന്തായി പറയുന്നേ? നിനക്കെന്താ വല്ല ബാധയും കൂടിയിട്ടുണ്ടോ? എനിക്ക് ബാധയൊന്നും കൂടിയിട്ടില്ല. ഒരു ബാധയും കൂടാൻ ഞാൻ ഒട്ട് സമ്മതിക്കൂല. എന്നാ പിന്നെ എനിക്കായിരിക്കും. ആയിരിക്കും. വെള്ളം അടിച്ച് ബോധമല്ലാണ്ടായ പിന്നെ ഏതൊക്കെ ബാധ അദ്ദേഹത്ത് കൂടണമെന്ന് എങ്ങനെ അറിയാനാ? അല്ല, ഇനിയിപ്പോ കൂടിയാൽ തന്നെ എന്താ അല്ലേ? നാട് വിട്ട് നാട് വന്നു കഴിഞ്ഞാൽ പിന്നെ നാണോ ഇല്ലെന്നാണല്ലോ ഇവിടെ ഓരോ ഉപദേശികളുടെ പ്രമാണങ്ങള്. വാക്കുകൾ പറയുമ്പോൾ സൂക്ഷിക്കണം. ഞാൻ പറയാനാ കുഴപ്പം. ഓരോരുത്തർ ഓരോന്ന് പ്രവർത്തിക്കണേ ഒരു കുഴപ്പമില്ല. ആരെന്ത് പ്രവർത്തിച്ചതാ നീ പറയണേ? ഇവിടെ നിനക്ക് എന്തെങ്കിലും കുറവ് ഞാൻ വരുത്തിയിട്ടുണ്ടോ? നിന്നെ സ്നേഹിക്കാതിരുന്നിട്ടുണ്ടോ? അതോ മനസ്സിൽ കള്ളത്തരമുള്ളവരാ ഒരുപാട് സ്നേഹം കാണിക്കുന്നതും പാവത്തുങ്ങളെ പോലെ നടക്കുന്നതും. മനുഷ്യനെ വട്ടുപിടിപ്പിക്കേണ്ട പരിധി ഉണ്ട് കേട്ടോ. എന്തിനാ ഇങ്ങനെയായിരുന്നു ബഹളം ഉണ്ടാക്കുന്നത് എനിക്ക് മനസ്സിലായി. ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി 2 ചാട്ടവും ചാടി കഴിയുമ്പോ ഇവിടെ ആരും ഒന്നും മിണ്ടൂലല്ലോ. തിരുവേനി എപ്പോ? ഞാന് അതായത് നമ്മുടെ കൃഷ്ണസ്വാമി ഉണ്ടല്ലോ, അയാളൊന്ന് കാണാൻ വേണ്ടി അറിയുന്ന. അപ്പൊ ഏതായാലും വഴിക്കാൻ പറ്റുമെന്ന് കേറിട്ട് പോകാൻ വെച്ചു. അത്രേ ഉള്ളൂ. ഇരിക്കാൻ സമയമില്ല, ധൃതിണ്ടേ. വരട്ടെ വരട്ടെ. ഹലോ, 2294 സുബയ്യ, ഒരു ടീ വാങ്ങിട്ടൂടാ. വളരെ അത് വാങ്ങിട്ട്. അണ്ണൻ നൂറ് കഴിക്കാൻ വീട്ടിൽ പോണില്ലേ? ഇല്ല, കുറച്ച് കണക്ക് ബില്ലോ ക്ലോസ് ചെയ്യണം. ഞാൻ വേണം വീട്ടിൽ പോയി മേടിച്ചോണ്ടിരാ.
ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പോക്കോളാം. നീ ഊണ് കഴിച്ചോ? ഇല്ല. ആ പോയി കഴിച്ചിട്ട് വാ. എന്തിനാന്ന് പരിഗണന, പോയി കഴിച്ചിട്ട് വാ. ഇനി ഞാൻ നിന്റെ കാല് പിടിച്ച് തൊഴണോ? നടക്കണ്ടേ? വണ്ടിയിൽ കൗണ്ടർ ഉണ്ടായില്ലപ്പാ. இருக்காருங்க. அடடே முத்துவா, എന്നാ കൗണ്ടർ സൗഖ്യമാ? நல்ல சௌக்கியம். തോക്കവിടെ? அத நான் இப்ப எடுக்கிறது இல்லப்பா. അതെന്താ കൗണ്ടർ? ஒரு விஷயம் சொல்லட்டுமா? சொல்லுங்க. நீ அன்னைக்கு அந்த பங்களாவுக்கு வந்ததுல இருந்து நான் ஒரு புது மனுஷன் ஆயிட்டேன். இந்த பாரு அம்முக்குட்டி, முகம் குறைச்சி திருக்கி. എന്റെ ഭാര്യ അമ്മുക്കുട്ടി. ഞാൻ പറഞ്ഞിട്ടില്ലേ മുത്ത്, എന്റെ തമ്പി മാതിരി. முத்து, நீ எப்ப வேணும்னாலும் வீட்டுக்கு வரலாம், என்ன உதவி வேணும்னாலும் கேட்கலாம். நான் சொன்னேன்ல, இப்ப நான் ஒரு புது மனுஷன் ஆயிட்டேன்னு. வரட்டுமா? சரிங்க செல்லப்பா, முதலாளி. வண்டி ஏடுறா. சரிங்க. അപ്പോഴേ ഇറങ്ങുകയാണെങ്കിൽ നല്ല തൈരും കൂട്ടി ബ്രാഹ്മണ ചാപ്പറ അടിച്ചിട്ട് പോവാ. ഇല്ല, ഞാൻ വീട്ടിലേക്ക്. എന്നാ വിട്ടോളൂ. കതിരി, കതിരി, അവിടെ നിന്നേ. എന്താ ഇവിടെ? ഞാൻ കടയിൽ വന്നതാ. നീ എന്താ ഇപ്പം വീട്ടിലേക്ക് വരാത്തെ? ഒന്നുമില്ലെന്നാ, വീട്ടിൽ കുറച്ച് ജോലി ഉള്ളതുകൊണ്ട്. കള്ളം പറയരുത്. നീ എന്റെ മുഖത്തേക്ക് നോക്കി. നിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? സത്യം പറ. ട്രീസ് എന്തെങ്കിലും പറഞ്ഞു? അതെ, അവളോട് ഇവിടെ വരണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിനുള്ള കാര്യം എന്താണ് ഞാൻ ചോദിച്ചത്? അതെ, എന്നെ കൊണ്ട് തന്നെ പറയിക്കണോ? പറയണം. ഇവിടെ വരാതിരിക്കാൻ മാത്രം അവൾ എന്ത് തെറ്റാ ചെയ്തെന്ന് എനിക്ക് അറിയണം. ഞാൻ വെറും മണ്ടിയൊന്നുമല്ല, ചിലതൊക്കെ കണ്ടാ എനിക്ക് മനസ്സിലാവും. നീ എന്ത് കണ്ടു നായി പറയണേ? കുറെ നാളായി കൊത്തും കോളും ഒപ്പിച്ചോന്ന് പറയാൻ തുടങ്ങിയിട്ട്. ഒന്നും കണ്ടില്ല കേട്ടില്ലെന്ന് പറഞ്ഞ് അടങ്ങിയിരിക്കുമ്പം ഞാനും കണ്ടില്ല കേട്ടില്ല നടിച്ചു തന്നെ നടക്കണത്. ഏതായാലും ഇവിടെ വന്നു പോയില്ലേ, അടങ്ങാതെ പറ്റുമോ? വന്ന് അന്ന് മുതൽ കാണാൻ തുടങ്ങിയതാ ഓരോ കോപ്രായങ്ങള്. ഇതൊന്നും ആർക്കും മനസ്സിലാവില്ലെന്ന് വിചാരിക്കണ്ട. തിരക്കാണത്രേ തിരക്ക്. ആണ്ടിലും കൊല്ലത്തിലും ഒരിക്കല് നാട്ടിൽ വന്നൊന്ന് തലയെത്തിച്ച് നോക്കിട്ട് പോകും, നാട്ടുകാരെ ബോധിപ്പിക്കാൻ. നീ എന്തൊക്കെയായി പറയണേ? കുഞ്ചിക്കാനും കൊഴിക്കാനും വേറെ ആളുണ്ടെങ്കിൽ പിന്നെ എന്നെ എന്തിനെങ്ങനെ വേഷം കെട്ടിക്കണേ? ഞാനങ്ങ് മാറി തന്നേക്കാൻ പോരെ? വെറുതെ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. ഞാൻ പറയണത് അനാവശ്യം. കെട്ടിക്കാൻ പ്രായം ഒരു പെണ്ണിനെ പിടിച്ച് രാത്രി കൂട്ടിന് നടത്തണ അനാവശ്യമല്ല. ഇന്ത്യ പോരെ, നീ ചവിട്ടി നോക്കാൻ പഠിക്കും. കൊല്ല് കൊല്ല്, ഇതിലും ഭേദം അതാ. കൊല്ലവിടെ നിന്നെയൊക്കെ അതാ വേണ്ടേ. കുടുംബത്തിൽ പൊറപ്പിക്കാൻ കൊള്ളാത്ത നിന്നെയൊക്കെ കൊന്നിട്ട് ജയിലിൽ പോയാ അതിനുകൊണ്ടൊരു അന്തസ്. നീ പറഞ്ഞത് ശരിയാ, അവളെ ഞാനാ പൊറപ്പിക്കുന്നത്. എനിക്ക് ഇഷ്ടമുള്ളവരെ വിളിച്ചോളൂ, ഞാൻ ഇവിടെ പൊറപ്പിക്കും. നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന ചെയ്യ. തമിഴ്നാടിന്റെ ബോർഡർ കടന്ന് നമ്മുടെ നാട്ടിലെ കാറ്റ് ദേഹത്ത് കൊള്ളാൻ തുടങ്ങും ഒരു 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 വെമ്പല. ഭാര്യയും മക്കളെയും സഹോദരങ്ങളെയും ഒക്കെ ഒന്ന് കാണാൻ, പഴയ കൂട്ടുകാരെ കണ്ട് ചങ്ങാത്തം പുതുക്കാൻ. അത് വല്ലത് ഇവര് മനസ്സിലാക്കുന്നുണ്ടോ? അതൊരു വാസ്തവ. ഇല്ലത്തെത്തിയ അമ്പലക്കുളത്തിലൊന്ന് മുങ്ങിക്കുളിച്ച് ക്ഷേത്രത്തിനകത്ത് കയറി ഒന്ന് തൊഴുത് ശങ്കരൻപാന്തയുടെ വീട്ടിലേക്കുള്ള കുണ്ടനട വഴി കയറി നമ്മുടെ താശുമാന്റെ ചായക്കിടന്നൊരു ചായയും കുടിച്ചിരിക്കുന്ന സുഖം. ഓ, കൊതിയാവണം. ഇതങ്ങോട്ട് പിടിക്കാം. നമുക്കൊക്കെ ഇങ്ങനെ കൊതിക്കാമെന്നല്ലാതെ വല്ല കാര്യമുണ്ടോ? അപ്പൊ ചോദിക്കും, എന്നാ പിന്നെ നാട്ടിൽ പോയിക്കൂടെ? ഇതൊക്കെ കെട്ടിപ്പറക്കി നാട്ടിൽ പോയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല, ഒരു കാര്യമില്ല. അവിടെ നിന്നിട്ട് ഒരു രക്ഷയില്ലാഞ്ഞിട്ടാ 10-20 കൊല്ലം മുമ്പ് ഈ തമിഴ്നാട്ടിലോട്ട് വണ്ടി കയറിയത്. അതും വണ്ടിക്കൂലി കടം വാങ്ങിച്ചിട്ട്. തനിക്ക് കടം തരാനെങ്കിലും ആളുണ്ടായിരുന്നു. ഞാൻ കള്ളവണ്ടി കയറിയാ വന്നേ. ഇങ്ങനെ ഒരു ബിസിനസ്സുകാരനാവാനും ബിസിനസ് ഈ നിലയിൽ എത്തിക്കാനും ഞാൻ അനുഭവിച്ച വിഷമതകളൊന്നും എവരെ ആരെയും അറിയിച്ചിട്ടില്ല. ദിവസങ്ങളോളം പട്ടിണി കിടന്നിട്ടുണ്ട്. ഈ ബസ് സ്റ്റാൻഡിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ആർക്ക് വേണ്ടിയാ? എന്റെ ഒരാളുടെ സുഖം നോക്കാനാണെങ്കിൽ രാപ്പകലില്ലാതെ കഷ്ടപ്പെടേണ്ട കാര്യം ഇന്ന് എനിക്കില്ല. ഉണ്ടോ? എനിക്കുണ്ടോ? എന്നിട്ട് മനസ്സാ വാചാ ചിന്തിക്കാത്ത കാര്യങ്ങള് കണ്ണി ചോരയില്ലാതെ മുഖത്ത് നോക്കി പറയുമ്പോ
അക്കാര്യം വിടുക. പറയാവുന്നതും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞില്ലേ. പറയാത്ത വാക്കിന്റെ യജമാനൻ നമ്മളും പറഞ്ഞ വാക്ക് നമ്മുടെ യജമാനും എന്നാണ് കാരണന്മാര് പറയാ. പക്ഷേ തിരുവനിക്ക് അറിയോ, ഇന്ന് വരെ എന്റെ ട്രീസക്കുട്ടിയെ ഞാനൊന്ന് ഉള്ളി നോവിച്ചിട്ട് പോലുമില്ല. പക്ഷെ ഇന്ന് അതിന് കിടന്ന് ആരും സ്നേഹിക്കാൻ പാടില്ല. അച്ഛനായാലും അമ്മയായാലും സഹോദരങ്ങളായാലും ഭാര്യ ആയാലും മക്കളായാലും ഒരകൽച്ച വേണം. അതായത് ഒരു വിടവ് വേണം. അതാണ് എന്റെ പോളിസി. അല്ലെങ്കിൽ ഇതേമാതിരി കിടന്ന് പഠിപ്പിക്കേണ്ടി വരും. കറക്റ്റ്, തിരുവനി പറഞ്ഞ കറക്റ്റാ, സത്യമാ. എവരെയൊക്കെ അതിര് കടന്ന് ഞാൻ സ്നേഹിച്ചു പോയി. അതാ ഞാൻ ചെയ്ത അബദ്ധം. എങ്ങടാ എങ്ങടാ? ബാത്റൂമിലേക്ക്. അവിടെ അവിടെ അവിടെ. തിരുവേല ബെറ്റൊന്ന് താഴെ ഇട്ടിടണം. അപ്പൊ അത് വീട്ടിലേക്ക് നോ, ഇന്ന് എനിക്ക് അവളെയും കുഞ്ഞുങ്ങളെയും ഫേസ് ചെയ്യാൻ പറ്റില്ല.